നിലമ്പൂർ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പാർട്ടി തന്നെ നിലമ്പൂരിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയോ ഒരു മിസ് കോളിലൂടെ പോലും അവിടേക്ക് എത്തണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്നാണ് തരൂർ പറഞ്ഞു വെച്ചത്. താൻ അവിടെ എത്തിയില്ല എങ്കിലും തന്റെ സുഹൃത്തു കൂടിയായ ഷൌക്കത്ത് നല്ല ജയം അവിടെ കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. പക്ഷേ വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിൽ ഇത്തരമൊരു പരാമർശം ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം ഉടനടി ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർത്തുകൊണ്ട് ശശി തരൂരിനെ പാർട്ടിയുടെ താരപ്രചാരകനായി ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയ ലിസ്റ്റ് ജൂൺ 2 പുറത്തിറക്കിയ ലിസ്റ്റ് പുറത്തുവിട്ടത്. അതിൽ 8ാമതായാണ് ശശി തരൂരിന്റെ പേര് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന തരൂരിന് പിന്നെ പ്രത്യേക ഒരു ക്ഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും. അതേസമയം തരൂർ മറ്റ് ചില വിമർശനങ്ങൾ കൂടി ഇനി ഉന്നയിക്കാൻ ബാക്കിയുണ്ട് എന്നും അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പരാമർശം ഈ വിധി ദിനത്തിൽ തന്നെ നടത്തിയതെന്നുമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ തനിക്ക് കോൺഗ്രസിലെ ചില നേതാക്കളോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ശശി തരൂർ തുറന്നു പറയുമ്പോഴും അത് ആരോടാണ് അഭിപ്രായ വ്യത്യാസം, എന്താണ് അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം എന്ന കാര്യങ്ങളിലൊന്നും അദ്ദേഹം വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല. ഇപ്പോൾ ഇത്രമാത്രം പറയുന്നുവെന്നാണ് ശശി തരൂർ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവും ശശി തരൂരും തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമായിരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സൂചന നൽകിക്കൊണ്ടാണ് ശശി തരൂർ മാധ്യമങ്ങളോട് തന്റെ നിലപാട് വ്യക്തമാക്കിയത്.